ഇളയരാഗങ്ങൾ ഹിറ്റ്സ് റൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാ സാറിനെ പറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സാറിന്റെ ഫേവറേറ്റ് മ്യൂസിക് കമ്പോസർ രാജാ സാർ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നമ്മൾ മലയാള സിനിമ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ആചാര്യന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ദേവരാജ മാഷ്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി, അർജുന മാഷ്, സലിൽ ചൗധരി, സൽദ, പിന്നെ കിടക്കുക കണ്ടമാനം. ഈ എന്താ ഞാനിപ്പോൾ ഇത് കുറേ പേരുടെയും കൂടെ പേരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ലെജൻസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ലെജൻസ് ആയതുകൊണ്ടാണ് അല്ലേ? അതുപോലെ ഇരിക്കുന്നു എന്നല്ല, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. കാര്യം എല്ലാവർക്കും, ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും ദേവരാജ മാഷിൻ്റെ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ദേവരാജ മാഷ് ചെയ്തതാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് കേട്ടാൽ മനസ്സിലാവും ഇത് സ്വാമിയുടെ പാട്ടാണ്. ഈ സലിതയുടെ പാട്ട്, ഏത് പാട്ട് കേട്ടാലും മനസ്സിലാവും ഇത് സലിത. ബാബുക്ക, MS ബാബുരാജ്, ബാബുക്കയുടെ പാട്ട് കേട്ടാൽ ഇത് ബാബുക്ക തന്നെ. ഇങ്ങനെ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതൊരു വലിയ കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത് പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് എടുത്ത് പറയുമ്പോൾ നമ്മൾ അവർക്കൊക്കെ കണ്ടക്ട് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളെ പേടിപ്പിച്ച ആളാണ് ഇളയരാജ. അപ്പോൾ അദ്ദേഹം തന്നെ സ്കോർ എഴുതി. ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആണ്. അപ്പോൾ ഒരു ഫുൾ കമ്പോസർ എന്ന് പറഞ്ഞ് ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയ ഒരാളാണ് രാജാ സാർ കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അത് കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാം ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം മനസ്സിൽ തന്നെ കിടക്കും. എല്ലാ കാര്യം ആ പാട്ടിന് എന്നൊരു ശബ്ദം കേട്ടാലും അത് രാജാ സാറിൻ്റെ തലേന്ന് വന്നതാണ്. അല്ലാതെ ഈ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞാനൊരു ട്രിറ് തരാടാ, നീ ഒരു പീ തരുമോ എന്ന് പറഞ്ഞിട്ട് തുപ്പലോട്ട് ഒട്ടിച്ചൊരു പാട്ടാക്കുന്ന സമ്പ്രദായം അല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ഓർക്കസ്ട്രേഷനിലും പാട്ട് ചാടി വീണു പോയത്. രാജാ സാറിനേക്കാളും വൃത്തിയായിട്ട് അറിയാൻ രാജാ സാറിൻ്റെ പാട്ട് എനിക്ക്. അത് ഞാൻ എവിടെ വേണമെങ്കിലും അടിച്ചു പറയും. അത് അത്രയ്ക്ക് കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും, ഇഷ്ടമുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. അതിലിപ്പോ പറഞ്ഞല്ലോ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്? അയ്യോ, എല്ലാ പാട്ടുകളും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ കേട്ട് അങ്ങനെയാണ്. അതൊരു നിവൃത്തിയില്ല. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ, ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് വേറെ പുതിയ പുതിയ ഐറ്റങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വരും. ഞാൻ രാജാ സാറിൻ്റെ അടുത്ത് പോയിട്ടേ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരു മ്യൂസിക് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയ സാറിൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ്. അപ്പോൾ സാറ് തിരിച്ച് ഞാൻ പറഞ്ഞു, ഒരിക്കലും മ്യൂസിക് ചെയ്യരുതെന്ന് തോന്നിയതും അത് കേട്ടിട്ടാണ്. സാറ് ആദ്യം മനസ്സിലായില്ല, പിന്നെ കുറേ അങ്ങ് ചിരിച്ചു. 10-25 പാട്ടോളം പാടി സാറിന് ഞാൻ. അത് സാറിന് സാർ എപ്പോഴും പറയും കൂടെ ഇരിക്കും. ഞാൻ ഇരുന്നിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും സാറിൻ്റെ താഴെ പോയി ഇരുന്നിട്ട് സാറിൻ്റെ കാലൊക്കെ പിടിച്ച്. എനിക്ക് അതേ പറ്റത്തുള്ളൂ. എൻ്റെ ഗുരുനാഥൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്തവന്മാർ എൻ്റെ കൂടെ ഇരിക്കുന്നു, നീ എൻ്റെ കൂടെ ഇരുന്ന്. ഞാൻ ഇരുന്നിട്ടേ ഇല്ല, ഞാൻ താഴെ. അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ താഴെ ഇരുന്നിട്ടുള്ളൂ. എനിക്ക് അതേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സൂപ്പർ. ഒരെണ്ണം പാടിത്തരാം, ഒരു തുകയിര പാടി. ഞാൻ രാജാ സാറിന് ആദ്യം പാടി പാട്ടിൻ്റെ ഒരു തുകയിര പാടിത്തരാം. ഇടറിനോ എനതുരു നോയ് തൊടറിനും നിൻ കഴൽ തൊഴുതെഴുവേ വാഴിനും സാവിനും വരുന്തിനും പോയി വീഴിനും നിൻ കഴൽ തൊഴുതേ നല്ലേ താഴിളം തടം പുണൽ തയങ്ക് சென்னி போழிள மதி வைத்த புண்ணியனே போழிள மதி வைத்த புண்ணியனே. Super. Thank you, Sharat sir. Thank you so much. Thank you, darling.